ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നല്ല മഴയൊക്കെയാണ്, നല്ല ക്ലൈമറ്റ് ആണ്. അതെ, ഇർഫാനെ കാണിച്ചിരിക്കട്ടാ, അത് എഡിറ്റ് ചെയ്യണം. അതെ, അപ്പോൾ ഇന്ന് എവിടെ പോവാണ്? നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒരുമിച്ചാണ് പോകുന്നത് അല്ലേ? നടക്കാം. വായിക്കാത്തുണ്ട്. അതെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പള്ളിയിൽ പോവുകയാണ്. ഇന്ന് നല്ല മഴയാണ്. പിന്നെ സുഫിയാൻ്റെ വണ്ടിയിലെ കമ്പിയൊക്കെ കിടക്കണമെന്ന് പറഞ്ഞു. കമ്പി പോകണം, പക്ഷെ എണ്ണയില്ല. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ചെരുപ്പ് കാണിച്ചു കൊടുത്തപ്പോൾ ഇവിടുന്ന് ഷർട്ടും പാൻറ്റൊക്കെ ഭയങ്കര സെറ്റ്, ചെരുപ്പ് നോക്കിയാണ്. അതെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പള്ളിയിലേക്ക് എത്തുകയാണ്. എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മുടെ ഫാൻസിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഇറങ്ങി ഓടിക്കളയും. ഇർഫാൻ അടുത്ത പോവുകയാണ്. കൊച്ചു ഫാൻസാണ് ഇർഫാനെ കൊണ്ട് തുള്ളി പോകുന്നു. ചേട്ടനില് മറ്റേ ചേട്ടനല്ലേ എന്ന് പറഞ്ഞു. ആ അതെ അതെ. ഓക്കെ, അവിടെ പോയി കൈയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇർഫാൻ അവിടെ ഇരുന്നു. നമ്മള് നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ പുതിയ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി കാണാം. അങ്ങനെ പള്ളിയിൽ പോയി നമ്മൾ ഗൈസ്, നമുക്ക് ഫാൻസ് നീ ഉച്ചക്കൊന്നും പോയി ഒരു ക്രൗഡിന്റെ മുമ്പിലും കയറല്ലേ. അവിടെ ഞാൻ ഇന്നലെ നമ്മളെ മറ്റേ ഇതുണ്ടല്ല, നമ്മളെ മീൻ പിടിച്ച മാമായ കണ്ടറ അങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മള് മീൻ പിടിച്ചില്ല. ഞാൻ പറയാൻ വിചാരിച്ചു, മാമ നിങ്ങൾ മീൻ പിടിച്ചത് വൈറലായില്ലേ? വൈറലായെന്ന് പറയാനുള്ളായിരുന്നല്ലേ മാമ, നിങ്ങളെ മീൻ പിടിച്ചത്. അങ്ങനെ പള്ളി പോയിട്ട് തിരിച്ചറിഞ്ഞു. കുറെ പേര് ഇർഫാനെ തിരിച്ചറിഞ്ഞു. അത് നമുക്ക് ഫേമസ് ചുമ്മാ ഇടാൻ ഇത് ആര് കാണാൻ. അടൂര് ചെല്ലുമ്പോഴാണ് നീ പോണത്. എന്താ പറയാ, അടൂര് ചെല്ലുമ്പോ അവസ്ഥ റീലൊക്കെ കണ്ട് അടൂരുള്ള ഇവിടെ വീട്ടിലിരുന്ന് അടുത്തത് നമുക്കറിയാം എന്തരാണെന്ന്. കേട്ടില്ല, ഇവിടെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം. എന്തിനാ അങ്ങനെ എന്തിനാ ഇവനും ഞാൻ പറഞ്ഞില്ല. ആരൊക്കെ ക്രഷ് അടിച്ചു. എന്റെ വണ്ടിയെ കൂടി തള്ളിടാൻ പോയി. ഇങ്ങനെ പോയി. ഈ ഷോട്ട് ഇടുമ്പോ എന്താണ് ഓർമ്മ തരുമോ? നമ്മളെ മറ്റേ പോസ്റ്റ് ഓഫീസിന്റെ ഷോട്ട്. ചെറിയ ഡ്രസ്സായിരുന്നു അല്ലേ പോസ്റ്റ് ഓഫീസിന്? എടാ വണ്ടിയുടെ കാര്യം എങ്ങനെ? വണ്ടി ശരിയാക്കണ്ടേ? അതെ അതെ അതെ, ശരി ശരി. എന്ന് ടിക്കറ്റ് ഒക്കെ തീർന്നു. നമുക്ക് അവരുടെ ചോദിച്ചാലാ? മറ്റേ വിഷ്ണു മച്ചാൻ മറ്റേ കനകക്കുന്ന് എപ്പോഴും വീഡിയോ എടുക്കണവന് അറിയത്തില്ല. അല്ലെങ്കിൽ മറ്റേ ഈ ഐ ലവ് ട്രിവാൻഡ്രം ഉണ്ടല്ലോ, ആ പേജിന് വെച്ചൊരു 10 ടിക്കറ്റ് ഒക്കെ ഫ്രീ ആയിട്ട്. അല്ലെ അവന്മാർ ടീച്ചറിനാണ് കനകക്കുന്ന് പരിപാടി കണ്ടിട്ടില്ല. ആ ഒരു സ്നേഹമെങ്കിലും അവന്മാർ കാണിച്ചില്ല. ടിക്കറ്റ് എടുത്ത ടിക്കറ്റിന് ഇപ്പൊ വില കൂട്ടി 149 രൂപയാക്കി. അല്ല 249 രൂപയാക്കി. അല്ല മറ്റേത് അന്ന് രണ്ടാമത്തെ ദിവസം 2 പേര് വരുന്നുണ്ട്. മറ്റേ എന്താ അറിഞ്ഞൂടെ? നീ കാണിച്ചേ എപ്പോഴും വീഡിയോ എടുക്കണ അല്ല, എനിക്ക് കണ്ടാ അറിയാം, പേരറിഞ്ഞൂടാ.
എടാ ഇപ്പോഴും കനകുഞ്ഞ് വീഡിയോ എടുക്കണേ കാണിച്ചു തരാം കുറെ എനിക്ക് അറിഞ്ഞൂടാത്തണ്ടല്ലേ പറഞ്ഞ പേര് ഞാൻ പറഞ്ഞു. ആ എടാ ഇവന്മാര് ഇതുണ്ടല്ലോ, അത് ആദ്യം 199 രൂപയായിരുന്നു, പിന്നെ അത് 249 രൂപയ്ക്ക് സൂര്യ സന്ദർശനം. അത് വില കൂട്ടി. പിന്നെ രണ്ടാമത്തെ ദിവസം മറ്റേ ഇക്സോമാനിക്കും ലിമിറ്റ് ആയിരിക്കത്തില്ല, താഴത്തെ ഗ്രൗണ്ടിൽ വെച്ചാന്നാ പറഞ്ഞത്. അത് സ്റ്റേഡിയത്തിൽ വെച്ചല്ല. നമ്മളന്ന് മാജിക് കണ്ടില്ലേ, മാജിക് കണ്ട സ്ഥലത്ത്. അല്ലല്ല, അത് കുറച്ച് വലുത്. ഇന്നൊന്നും അല്ല, 27. നാളെ 27 അല്ലേ? ഇത് എന്ത് ഞാൻ പറയാൻ വന്ന്, രണ്ടാമത്തെ ദിവസം മറ്റേ MHR-ഉം ഇക്സുമാനിക്കും MHR-ഉം 450 രൂപ, 400 എത്ര. ഇന്ന് എൻ്റെ കൂടെ അൻവർ ജയിക്കുന്നെങ്കിൽ ഞാൻ ഒരു ചായ മേടിച്ചു കൊടുക്കും. എന്റെ കൂടെ കളിക്കാൻ പേടിയാണ്. അക്കൗണ്ട് കാണിച്ചു കൊടുക്കട്ടോ. അക്കൗണ്ട് ഞാൻ ഒരു എത്ര മാസം ഞാൻ പറഞ്ഞു നിന്റെ അക്കൗണ്ട് കാണിച്ചു കൊടുക്കാം സുഫിയാന്. ഞാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സുഫിയാന്റെ അക്കൗണ്ട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇല്ല അൻവറിന്റെ അക്കൗണ്ട്. ആകെ ഒരു മുള്ളറുണ്ട്, അവനും ഉണ്ട്. മുള്ളറിനെ അടിക്കാൻ വേണ്ടി ചരിത്രം പറഞ്ഞോളൂ. മുള്ളറിനെ അടിക്കാൻ കാരണം എന്റെ കൂടെ അൻവർ ജയിച്ച അൻവറിനൊരു ചായ മേടിച്ചു. അതെ, ചായ മേടിച്ചു. അപ്പൊ ഇനി അടുത്ത ചായ ബ്ലോഗ് 1x അല്ലേ? 1x അല്ലേ ഈ സംഭവിച്ചല്ലേ? മുള്ളറിനെ കിട്ടിയത് എങ്ങനെയാണെന്ന് പറയുവാണെങ്കിൽ, ഈ സുഫിയാൻ സത്യമാണുള്ള കഥ പറയുന്നത്. സത്യം വെച്ചാല് എടാ ഇവ എന്താണെന്നറിയോ, എന്റെ 300 കോയിൻ ഉണ്ടായിരുന്നു. അല്ല 300 കോയിൻ ഉണ്ടായിരുന്നു. അടിച്ച് കളയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇവരെ കൊണ്ട് കറക്കിപ്പിച്ചടിയാ. ഒരു 10 300 100 കറക്കി. അപ്പൊ 200 ഉള്ളു. അപ്പൊ 100 അളിയ നിനക്ക് കിട്ടുവളിയാ, പിന്നെ കിട്ടുവളിയെന്ന് പറഞ്ഞാൽ 200 കളയാൻ വേണ്ടി ആ വീണ്ടും ഒരു 100 കളിപ്പിച്ചു. എന്നിട്ട് അല്ല, ആദ്യത്തെ സ്പിന്നിൽ തന്നെ എനിക്ക് അടിച്ച് മുള്ളറിനെ. ആദ്യത്തെ സ്പിന്നി അടിച്ച്, പിന്നെ 200 ചുമ്മാ കളയുമായിരുന്നു. അങ്ങനെ മോട്ടറാക്കി കൊണ്ട് കറക്കിച്ചറാനെ. സുഫിയ എന്നോട് ജയിക്കണമെങ്കിൽ ഞാൻ അവന് ചായ കുടിച്ചു. അല്ലെങ്കിൽ അവന്റെ വണ്ടി ഞാൻ എണ്ണ അടിച്ചു. അല്ലെങ്കിലും ഞാൻ അടിക്കും. എന്നാ ചായ അടിച്ചത് ഇപ്പൊ എന്തോ കളിയാണോ? ഞാൻ എടുക്കാൻ അവൻ എന്തൊരു മണ്ട, അവന്റെ ഫോണിലല്ലേ നീ വീഡിയോ എടുത്തിട്ട് എടാ നീ പിന്നെ എങ്ങനെ കാണിച്ചു കൊടുത്ത് എന്റെ അക്കൗണ്ട്? അതാ അടുത്ത മണ്ട. ഇതിനകത്ത് ലോഗിൻ ചെയ്താൽ പൈസ കിട്ടും. അല്ല, പൈസ കോയിൻ കിട്ടും. അപ്പം പ്രത്യേകിച്ച് ഒന്നും പറയില്ല, വെറുതെ ഒരു ആവശ്യമില്ല, ഒരു കാര്യമില്ല എടുത്ത വ്ളോഗാണിത്. പിന്നെ ഇർഫാന് കുറെ ഫാൻസും സ്പിൻ ചെയ്തിട്ട് റൊണാൾഡീനോനെ അടിച്ചാലോ? നമ്മൾ ചെയ്തില്ല, കാരണം നമുക്ക് കോയിൻ ഇല്ല. കറക്കത് ഞാൻ ഇന്നലെ കറക്കി തരും. എന്റെ 5 ഉള്ളൂ. 5 പോയി. ഞാൻ ഇപ്പൊ മറ്റേ നാഷണൽ സ്റ്റാർസിന്റെ മറ്റേ ചാൻസിൽ കൂട്ടി വെക്കണം. അപ്പൊ ഗൈസ്, അപ്പം എന്തായാലും പറഞ്ഞിരുന്നത്, അപ്പം എന്തിനാ ഈ വ്ളോഗ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. അത് വൈഫൈ ഒന്നുകൂടെ ഓഫ് ആക്കിട്ട് ഓണാക്ക്. അപ്പം വെറുതെ ഒരു വ്ളോഗ് എടുത്തതാണ്. ഞാനത് പറയട്ടളിയാ എന്ന് പറയാൻ മറന്നുപോയി.
അങ്ങനെ I think Nuno Mendes name Ashraf Hakimi as the player of the day. Withdraw of deletion. ഇത് പറഞ്ഞില്ലല്ലേ ചത്ത് നിൽക്കണം. എന്റെ ഫോൺ അടിച്ചു പോയാണെന്നും നെറ്റ് പോയാണെന്നും അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെന്ന് വെച്ചാല് ഇന്ന് നമ്മള് പുതിയ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ മഴ ചതിച്ചു. ഒരു ക്യാരക്ടർ നെടുമങ്ങാട്ടെന്ന് നീന്തി വരാൻ പറ്റുന്നില്ല. അവിടെ നിൽക്കേ ഉള്ളൂ. അപ്പൊ അവിടെ നിൽക്കുന്നേ ഉള്ളു മഴ കാരണം. അപ്പൊ വീഡിയോ ഇന്നത്തെ വീഡിയോ ഏകദേശം മുടങ്ങി. പിന്നെന്തായിരുന്നു അളിയ എനിക്ക് അത് മതി, നീ കണ്ടാ മതി, നീ കണ്ടാ മതി, മനസ്സിലായോ? എനിക്ക് ഒരാള് കണ്ടാ മതി. ഒരാള് കാരണം ഞാൻ സന്തോഷം ഉണ്ടാക്കുന്നെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ വിജയം അല്ലേ? ഒരാള് കാരണം ഞാൻ സന്തോഷം ഉണ്ടാക്കുവാണെങ്കിൽ ഒരാള് കാരണം അതല്ല, ഒരാള് കാരണം അയാൾ നീ എന്താ അഭിനയിക്കണേ? എന്റെ അക്കൗണ്ട് പിന്നെ ഈ അക്കൗണ്ടിൽ കുറച്ച് മാറ്റം വരുത്തുന്നു. കാരണം നമുക്ക് നമ്മുടെ ചെറുക്കനായിട്ട് നമുക്ക് ഇടണം. ഹസാഡിന് എന്തിനാണ് നമുക്ക് ഫ്രീ ആയിട്ട്? ഹസാഡ് നല്ല കളിയാ. അവനെ വെച്ച് ഗുരുത്തന്മാരെ വെച്ച് കളിക്കാൻ ഡ്രോഗ്ബ ഉണ്ട്. ഡ്രോഗ്ബ ഇവ ഹെഡ് ബുള്ളറ്റ് ഹെഡർ ആണല്ലോ. ബുള്ളറ്റ് ഹെഡർ എപ്പിക്ക് ഡ്രോഗ്ബ അല്ലല്ല, ബുള്ളറ്റ് ഹെഡർ എപ്പിക്ക് ഡ്രോഗ്ബ. ഇവന്റെ കിടപ്പുണ്ട്. അല്ലല്ല, ഇവന്റെ ഹെഡിങ് ഉണ്ട്. ആക്സിലറേഷൻ ഇല്ല. ഡ്രോഗ്ബയെ പിടിച്ച് CF തീർത്തിട്ടേ ക്രോസ് കൊടുക്കാട്ട് ഓടിച്ചിട്ട് പറയാതെ ഡ്രോഗ്ബ ഓടുന്നില്ല. മണ്ടനത് അതെനിക്ക് അറിഞ്ഞൂടാ. ഓ നമ്മളിൽ ബ്രൈറ്റ്നസ് കൂട്ടിയുള്ള കളിയാ കാണുന്നില്ല. ഇല്ല മാനുവൽ ലേബറിന് പൈസ കൊടുത്താൽ വാങ്ങിച്ചിട്ടുണ്ട് പൈസ. അപ്പം വ്ളോഗ് ചുമ്മാ എടുത്താണ്, ആരും കാണത്തില്ലെന്നാണ് ഇർഫാൻ പറയുന്നത്. പക്ഷെ ഗൈസ്, നിങ്ങൾ എനിക്കൊരു 1 മില്യൺ വ്യൂസ് അല്ലെ ഹെൽപ്പ് എന്നിട്ട് കാര്യം കിട്ടി. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. നമുക്ക് ഇതിന്റെ റിസൾട്ട് പറയണ്ടേ അവർക്ക് ഈ കളി. അപ്പം ഹെൽപ്പ് അൻവറെ ടു റീച്ച് 100K ഫോളോവേഴ്സ് ഇൻ 50 വ്യൂസ് ഹെൽപ്പ് ആദ്യം 1 മില്യൺ വ്യൂസ് അടിച്ചാൽ എനിക്ക് 100K ഫോളോവേഴ്സ് കിട്ടും. എന്തിനാ ഇതൊക്കെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ആ സബ്സ്ക്രൈബ് ബട്ടനെ പിടിച്ച് നിൽക്കാൻ? അതെ, സബ്സ്ക്രൈബ് ബട്ടനെ പിടിച്ച് നിൽക്കാൻ എന്ത് ഒരു ചുമന്ന ബട്ടൺ കാണുന്നുണ്ട്. ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട. അപ്പം വെറുതെ ഇരുന്നപ്പോൾ ഒരു വ്ളോഗ് എടുക്കാം എന്നൊരു രീതിയിൽ എടുത്ത വ്ളോഗാണിത്. എന്തിനാണ് ഇങ്ങനെ വ്ളോഗ്? ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്നും നമുക്കറിയില്ല. എല്ലാവരും വീഡിയോ കാണുക. ഇന്ന് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം ഞാൻ പിന്നെ പറയാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇർഫാനെ കളി എന്തായി? കളി 8ാമത്തെ മിനിറ്റ് 33 സെക്കൻഡിലേക്കാണ് കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഫിയാന്റെ കളി കണ്ടിട്ട് പുതിയ ക്യാമ്പയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ഫൗളില്ലടാ. അടി സുഫിയാൻ മാസ് കളിയാണ്. നമ്മളെ അത് പറഞ്ഞ കാര്യമില്ല. മറ്റേ കളി ടച്ചാൻ വിളിക്കും. ഇത്ര കിടിലായിട്ട് കളിക്കുന്നില്ലേ? എന്തിനാ മെസ്സിയെ വെച്ചിട്ട് ചായ അടിക്കുന്നു. എത്ര അടിച്ചത് ചായ അടി എന്റെ ബാസിസ്റ്റോട്ടെ പറഞ്ഞിട്ടല്ലോ കാണുന്നു. അങ്ങനെ ഇർഫാൻ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. സുഫിയാൻ 0 ഗോൾ. താളമായിരുന്നു. തമ്പി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫോക്കസ് ആണ് ഗെയിമിനകത്ത്. നീ എന്താണ് ഇവിടെ കിടന്ന് പറയുന്നത്? 2 4 5 6 ഇവിടെ സ്പിൻ ചെയ്യുക. ഒറ്റ സ്പിന്നേ ഉള്ളൂ. 200 പ്ലേയേഴ്സിൽ
ഇത് കുറെ എന്താ കളിയാണ് ഭയങ്കര സ്ക്രിപ്റ്റ് ഓടണില്ല. ഓ കഴിച്ച് പോണ ഓട്ടിക്കാരോടാ ക്ലിയർ പോലെ ഓഫ് സൈഡ് കളിക്കാറിനോട് ഓഫ് സൈഡ് എടാ ഒന്ന് മിണ്ടാരി അക്കുവേ, നീ എന്തിനു തലതാരം സംസാരിക്കുന്നു? എന്തൊരു സ്ക്രിപ്റ്റ് കളിയാ കളി അത്രയ്ക്ക് അപ്പം നമ്മുടെ സുഫിയാന്റെ ഇർഫാന്റെയും കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഫിയാനെ ഇർഫാന്റെ കളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഫിയാന്റെ ഇർഫാന്റെ പെസ്റ്റ് കളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെന്ന് എന്തേലൊക്കെ പറയടാ. ഇത് ഞാൻ തോക്കും അവിടെ. എന്ത് ഭയങ്കര സ്ക്രിപ്റ്റ്. നീയാണെങ്കിൽ അതെടുത്ത് നോക്കുക, വീഡിയോ ഒന്ന് കാണിച്ചു വിടും അവിടെ. സത്യോടെ ഞാൻ ഷൂട്ട് അടിച്ചിട്ട് ഒരു പെനാൽറ്റി കിട്ടണില്ല. ഷൂട്ട് അടിച്ചിട്ട് ഒരു പെനാൽറ്റി കിട്ടുന്നില്ല. ഷൂട്ട് അടിച്ചിട്ട് ഗോൾ കീപ്പർ എന്തൊരു ബാസ് ഷൂട്ടൊക്കെ നല്ല ഫിനിഷിംഗ് ഗോളിയാണ് ബാസ് ഷൂട്ട്. എന്നിട്ട് 1-on-1 സിറ്റുവേഷൻ എന്നിട്ട് ഗോൾ സേവ് ചെയ്തു. അത് നിന്റെ കഴിവില്ലായ്മ. അത് 1-1 സിറ്റുവേഷൻ നീ സ്കില്ലിട്ട് മാറ്റണം കളിയാ. അതിന് കാര്യമില്ല. ബാസ് ഷൂട്ട് ഫിനിഷിംഗ് ഉള്ള ബാസ് ഷൂട്ടൊക്കെ എന്താ അത് പറ്റാത്ത. ഇയാള് അപ്പുറത്തെ പോസ്റ്റ് ചെയ്തിട്ട് ഫിനിഷിംഗ് അടിച്ചെടുത്ത് അടിച്ചടിച്ചിരിക്കും അടുത്തടിച്ച് താൻ പറ്റണ ഇത് കൊടുക്കൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു കളിയും കൂടെ ഓടാ. നൂപ അയച്ചു പോടാ. തീർന്നില്ലേ? ഞാൻ നൂപന്റെ കൂടെ കളിക്കും. ഈ കളി തീർന്നില്ലല്ലോ. സൂഫിയ തിരിച്ചടിച്ചു. സൂഫിയ വീഡിയോ ഇത്ര നേരം ഓഫ് ആയിരുന്നു, അതുകൊണ്ടാണ്. അതെ, പിന്നീട് തോറ്റി വരും. അപ്പം എന്തായിരുന്നു സുഫിയ ഗോൾ തിരിച്ചടിച്ചപ്പോ 2-1 2 ഗോളായിട്ടുണ്ട്. 1-2 2-1 എക്സ്ട്രാ ടൈമിലാണോ അടിച്ചത്? ഹാഫ് ടൈം ഗൈസ്. അപ്പൊ ഇന്ന് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അത് നമുക്ക് വേറെ വ്ളോഗ്. നീ ഇന്ന് കാണുമെന്ന് കളിയാണേ. നോർവേയും ഫ്രാൻസും. നോർവേയും ഫ്രാൻസും. മെസ്സി വെച്ചിട്ട് കൊട്ടി കെട്ടടിച്ചു. എനിക്ക് ഡബിൾ ടാപ്പ് ചെയ്യാൻ ഇതിന് പറ്റൂ. അവന്മാരാണ് അടിക്കണം. ഇതിപ്പോ 2-2 ആവാനുള്ള കളിയടാ. തിരിച്ചു പിടിക്കാം. എന്തൊരു സ്ക്രിപ്റ്റ് കളിയാ. എടാ ഇന്ന് വ്ളോഗ് എടുക്കായിരുന്നു കളി വരുന്നെങ്കിൽ. ഫ്രാൻസും വ്ളോഗും. ഫ്രാൻസും നോർവേയും. നോർവേയുടെ കളിയാണ് കളി. അതില് എംബാപ്പയും നല്ല കിഡിലും. നീ ഉണ്ടോ കളിയാണ്? എന്തൊരു കളിയായത്. നീ കളിയുടെ വീട് കംബാക്ക് അടിച്ചിരിക്കുന്നു. 2-2 എന്ന സ്കോറിലേക്ക് ആയിരിക്കുന്നു. തോപ്പിക്കാൻ വേണ്ടി നോക്കല്ലേ. എന്തുമാത്രം കാണിച്ചില്ല. ഇനി ഇങ്ങനെ കാണിക്കില്ല. കഷ്ടം. കൊടുക്കണം നോക്കിയാണ്ടോ. മെസ്സി 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 ഭയങ്കര മെസ്സി. എന്തൊരു കളിയാടാ. നീ എന്നെ പറയടാ. എന്തൊരു സ്ക്രിപ്റ്റ് ഈ കളി. ഏകദേശം 44 സെക്കൻഡിനുള്ളിൽ ഇർഫാൻ തിരിച്ചടിച്ചു. എന്താണ് പറയാനുള്ളത്? പറയാനുള്ള കൊണാമിയുടെ അടുത്താണ്. ഇത് കൊണാമി കാണുന്നുണ്ടോ? ഈ സ്വന്തം വീടിന്റെ അടുത്തുള്ള ഒരാളുണ്ട്. പിന്നെ കൊണാമി
എന്തൊരു അതെ അങ്ങനെ ഫൈനൽ സ്കോർ ഇവിടെ കാണാം 3-2. സ്ക്രിപ്റ്റഡ് എനിക്ക് അടുത്ത ഒരു കളി പോവാ പിന്നെ അതിന് എങ്ങനെയാണെന്നുള്ളത് എപ്പോടാ ഇത്ര കളിയൊന്നുമില്ല അപ്പൊ ഗൈസ് അപ്പം ഇങ്ങനെ ഇവിടെ വേറെ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കും. അപ്പം എല്ലാവർക്കും പുതിയൊരു വ്ളോഗിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വ്ളോഗിൽ കാണാം. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഒന്നും പറയല്ലേ ഇവന് തോപ്പിക്കട്ടെ. അപ്പൊ ശരി, ഓക്കെ, ബൈ.